ഹലോ കൂട്ടുകാരെ, പെരുന്നാളായിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് രണ്ടാം പെരുന്നാളാണ്. ഇക്ക കട ഉച്ചയ്ക്ക് അടച്ചു. പഴയ ഇന്നലത്തെ ഡ്രസ്സ് അതേപോലെ കടന്നുറങ്ങി എന്നിട്ട് അതേപോലെ തന്നെ ഇന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പത്തിപ്പാലെത്തി. പത്തിപ്പാലം അറിയണവർക്ക് വേണ്ടിയിട്ട് പത്തിപ്പാലെത്തിണ്ട്. ഇനി പോകുന്നത് ഞങ്ങൾ എവിടേക്കാണ് ഇക്ക? കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? വരുമ്പോ ഓടിക്കാം. അവിടെ ബാക്കിൽ ഇതാ അവരെല്ലാരും ഉണ്ട്. ബാക്കിയുള്ളവരെ കൂട്ടാൻ പോവാണ്. താത്തിയും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും കൂടി ഒന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ഗായ്സ്, നിങ്ങളുടെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ പെരുന്നാൾ ആഘോഷം നിർത്തിയിട്ടില്ല, തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നത്തെ ആഘോഷം കഴിഞ്ഞു, ഇനി ഇന്നത്തെ ആഘോഷമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പൂജിക്കും കാഞ്ഞിരപ്പുഴയ്ക്ക്. അപ്പൊ ഒരു ഫോട്ടോ മാപ്പിന് ഒന്നും അറിയില്ല, അതുകൊണ്ട് എനിക്ക് ഒന്നും അറിയാം. ബാക്ക് ചോദിച്ചു നോക്കൂ, അപ്പൊ ബാക്ക് അറിയും. മാപ്പിടാനോ? അപ്പോൾ നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാം എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ. നമ്മുടെ മണ്ണാർക്കാട്, പ്രകൃതിരമണീയമായ മണ്ണാർക്കാട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി തന്നെ നമുക്ക് കണ്ടറിയാം. അങ്ങോട്ട് പോകുന്തോറും എത്ര അധികം ഭംഗിയുണ്ടാവും കേട്ടോ. നല്ല മലകളും കാടുകളും കുന്നുകളും കയറി ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അടിപൊളി പാട്ടൊക്കെ വെച്ച് ത്രില്ലടിച്ച് നല്ല വൈബിൽ പോവാണ് കേട്ടോ. നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു. കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ മഴ ഇങ്ങനെ ചാരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴക്കാറൊക്കെ ആയി, നല്ലൊരു വൈബായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുന്തോറും നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലങ്ങളായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ടൗണിൽ കയറിയപ്പോൾ തന്നെ നല്ല മഴ ചാറാൻ തുടങ്ങി കേട്ടോ. ഇങ്ങനൊരു കാലാവസ്ഥയിൽ യാത്ര ചെയ്യുമ്പോൾ മക്കളെ അടിപൊളി സൂപ്പർ വൈബാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാഞ്ഞിരപ്പുഴ ഡാം പോയവരുണ്ടെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ബോർഡ് കണ്ടു കേട്ടോ, മീൻ വെള്ളം വെള്ളച്ചാട്ടം. പിന്നെ ഒന്നും നോക്കിയില്ല മക്കളെ, അങ്ങോട്ടങ്ങനെ തിരിച്ചു വണ്ടി. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട, അടിപൊളി സെറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ സെറ്റ് സ്ഥലം. അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ശരിക്കും ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്ന പോലെ മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന അതേ ഒരു ഫീലായിരുന്നു കേട്ടോ. എന്തായാലും ഊട്ടിയിലേക്കൊന്നും പോയില്ല, ഞങ്ങൾ മീൻ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ത്രില്ലടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നു, ചുറ്റും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആയിരുന്നു. അപ്പോൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെ നല്ല ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, അതിൽ ആ ഒരു മലയൊക്കെ ഇങ്ങനെ നിൽക്കണ നല്ല അടിപൊളി രസമായിരുന്നു. വേറെ ഏതോ നാട്ടിൽ പോയ പോലെ തോന്നിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ അവിടെ നല്ലൊരു മല കണ്ടു കേട്ടോ. മല കണ്ടിട്ട് ഞങ്ങൾ അതിശയിച്ചു പോയി. നല്ലൊരു പ്രത്യേകതരം ഷേപ്പാണ് കേട്ടോ. താത്ത ബാക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു ടൈറ്റാനിക്കിൻ്റെ ആ ഒരു മുഖം പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ടോ. നല്ല ഒരു എന്താ പറയുക, പുക മൂടി നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് തന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കയറി. അങ്ങോട്ട് എത്തുന്നതിൻ്റെ കുറേ മുമ്പ് തന്നെ ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. അപ്പോൾ അവർ കൈ കാട്ടിയിട്ട് നിർത്തിയിട്ടാണ് ടിക്കറ്റ് എടുക്കുക ചെയ്യുക. അങ്ങനെ ഞങ്ങളവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താനായി. 1 കിലോമീറ്ററും കൂടി ഉണ്ട് എന്ന് മേപ്പ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ അവിടേക്ക് ആൾക്കാർ വണ്ടി നിർത്തി കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോയത് മീൻ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയില്ല. അവിടെ അരികിലുള്ള ഏതോ ഒരു പുഴയിൽ, ആ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന ചെറിയൊരു പുഴയുണ്ട് കേട്ടോ. അവിടെയാണ് ഞങ്ങൾ കയറിയത്. പുഴയാണെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ചോല. പോയി നോക്കുമ്പോൾ നല്ലൊരു സൗണ്ടാട്ടോ അവിടെ നിന്ന്. ഇവിടെ തന്നെ വെള്ളച്ചാട്ടം. പോയി നോക്കുമ്പോൾ വെള്ളം ചാടണമൊന്നും കണ്ടില്ല. അപ്പോൾ വിചാരിച്ചു എന്തപ്പോൾ അത് മീൻ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് വെള്ളം ചാടണമൊന്നും കാണാനല്ലോ. കുറേ പേര് അവിടെ വണ്ടി നിർത്തിക്കണം. അപ്പോൾ ഞങ്ങൾ ഇതന്നെയാണ് പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ നല്ല അടിപൊളി സ്ഥലം. വെള്ളച്ചാട്ടമൊന്നും കണ്ടില്ലെങ്കിലും അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലം കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. ഈ കപ്പിൾസിനൊക്കെ വന്നിട്ടുണ്ടല്ലോ, സൂപ്പറായിട്ട് ഫോട്ടോസ് എടുക്കാം കേട്ടോ. വെള്ളം കുറവായിരുന്നു കേട്ടോ. കാണുമ്പോൾ തോന്നും നിറയെ വെള്ളം ഉണ്ടെന്ന്, പക്ഷെ അത്രയ്ക്ക് വെള്ളമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇറങ്ങാൻ മാത്രമുള്ള വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാം കേട്ടോ. വെള്ളം കണ്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് പൊരിച്ചിൽ തുടങ്ങി, കളിക്കണം കുളിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ളത്. അപ്പോൾ ഡ്രസ്സൊന്നും വേറെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും വിചാരിച്ചില്ല, അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. കുളിക്കാനൊന്നുമില്ല, കാലും ഡ്രസ്സൊക്കെ നനഞ്ഞ് പോട്ടെ. പിന്നെ വെള്ളം കണ്ടാൽ നമുക്കൊരു തരം പ്രാന്താണല്ലോ.
അപ്പോൾ എത്ര നമ്മൾ വള്ളത്തിൽ കളിക്കുകയാണെങ്കിലും ഇങ്ങനെയൊക്കെ വെള്ളം കണ്ടാൽ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ചൊരു ഒഴുക്കുണ്ടെന്നേ ഉള്ളൂ, ഈ ഭാഗത്തേക്ക് അത്ര ഇല്ല കേട്ടോ. കണ്ടില്ല കുട്ടികളുടെ കാലിൽ അത്രയേ ഉള്ളൂ ഈ ഭാഗത്തായിട്ട് വെള്ളം. അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അധികം അങ്ങോട്ട് ഇറങ്ങിയില്ല, നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടും കലങ്ങിയില്ല കേട്ടോ. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പാറക്കെട്ടുകളിൽ കൂടെ ഒഴുകി വരുന്ന നല്ല അടിപൊളി വെള്ളം ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭയങ്കര സൗണ്ടാട്ടെ. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവില്ല അതിൻ്റെ സൗണ്ട്. കുറേ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ ഫോട്ടോസ് എടുത്തോട്ടോ ഞങ്ങൾ കുട്ടികളുടെയും ഞങ്ങളെയൊക്കെ. ഈ കല്ലുകളൊക്കെ ആ മലേൻ്റെ മേലെ നിന്ന് ഒഴുകി വന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ. വെള്ളപ്പൊക്കത്തിലൊക്കെ വന്ന് ഒഴുകി വന്നു. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര പേടി തോന്നിയിട്ടോ. പിന്നെ ഇവിടെ അധികം അപകടങ്ങളൊക്കെ ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ് തോന്നുന്നുണ്ട്, കാരണം മലവെള്ളം വന്നാൽ നമുക്കറിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ അവിടെ നിന്ന് തിരിച്ചപ്പോഴാണ് അറിഞ്ഞത് കുറച്ചും കൂടി അങ്ങോട്ട് പോയാലാണ് ശരിക്കുള്ള മീൻവെള്ളം പാർക്ക്, അവിടെ ശരിക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ടെന്ന്. പിന്നെ അത് അറിഞ്ഞപ്പോഴേക്ക് സമയം വൈകിട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാഞ്ഞിരപ്പുഴ ഡാം പറഞ്ഞ ലക്ഷ്യം വെച്ചിട്ട് ഞങ്ങൾ വന്നുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് തന്നെ ഞങ്ങൾ വണ്ടി തിരിച്ചു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.